ശേഷം ഒരുമിച്ച് നമുക്ക് ദൈവത്തിലായിരിക്കാൻ, ദൈവത്തെ സ്തുതിപ്പാൻ, ആരാധിപ്പാൻ ദൈവമായ കർത്താവ് ഒരുക്കുന്ന എല്ലാ നല്ല കൃപയ്ക്കായി നന്ദിയോടെ ദൈവത്തിന് നന്ദി അറിയിക്കുന്നു. I thank the Lord for this day and I welcome everyone into this service in the name of the Lord Jesus Christ who is coming soon. It is truly a privilege to be here amongst you and worshiping the Lord after a break of 2-3 weeks. ഹല്ലേലൂയ. നമ്മൾ വായിച്ച ദൈവത്തിന്റെ വചനത്തിലേക്ക് കടന്നു വരാം. ഇന്ന് പൽക്കാലം നമ്മൾ വായിക്കുവാനിടയായി തീർന്ന 147 സങ്കീർത്തനമാണ്. ബാബേൽ പ്രവാസത്തിൽ ആയിരിക്കുന്ന ജനം മടങ്ങി വന്നപ്പോൾ സന്തോഷത്തോടെ എഴുതിയ ഒരു സങ്കീർത്തനമാണ് 147 സങ്കീർത്തനം. So let us come to the psalm that we've just read. We've read from Psalm 147, which is a psalm of thanksgiving as the people of Israel came back from the captivity in Babylon. And ഒന്നാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. Let's go to verse 1 please. Praise the Lord, for it is good to sing praises to our God, for it is pleasant and praise is beautiful. ഇന്ന് പൽക്കാലം ഞായറാഴ്ച നമ്മൾ കടന്നു വന്നത് വെറുതെ കണ്ടിട്ട് കേട്ടിട്ട് പോകുവാനല്ല. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ ദൈവത്തെ സ്തുതിക്കുവാൻ വേണ്ടിയാണ് ഇന്ന് പൽക്കാലം നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. Today we are not here merely as spectators, but rather, as the psalmist says, we are here to praise and worship the Lord. അടുത്ത കാണുന്നത് നമ്മുടെ ദൈവത്തിന് കീർത്തനം പാടുന്നത്, ദൈവത്തെ സ്തുതിക്കുന്നത്, ആരാധിക്കുന്നത്, കീർത്തനം പാടുന്നത് നല്ലതാണെന്ന്. In the next line we read, for it is good to sing praises to our God. അടുത്ത വായിക്കുന്നത് സ്തുതിയും ഉചിതവും മനോഹരം എന്ന് ദൈവത്തിന്റെ വചനത്തിൽ കാണുന്നു. In the next line we read, for it is pleasant and praise is beautiful. രണ്ടാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ യഹോവ ഹല്ലേലൂയ യെരൂശലേമിനെ പണിയുന്നു, ഹല്ലേലൂയ ഇസ്രായേലിലെ ഭ്രഷ്ടന്മാരെ കൂട്ടിവരുത്തുവാനിടയാക്കുന്നു. In verse 2 we read, the Lord builds up Jerusalem, he gathers together the outcasts of Israel. യെരൂശലേമിനെ പണിയുന്ന ദൈവം നമ്മളെയും പണിയുവാനിടയായി തീരും. The Lord who builds Israel is capable of building you up. ഹല്ലേലൂയ സ്തോത്രം. ഒരു കെട്ടിടം പണിയണമെങ്കിൽ ഹല്ലേലൂയ ഇഷ്ടിക, മണൽ, സിമന്റ് ഒക്കെ ആവശ്യമാണ്. എന്നാൽ ദൈവം നമ്മളെ പണിയുന്നത് ചില കഷ്ടങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ, ബുദ്ധിമുട്ടിലൂടെ കടത്തിവിട്ട് ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിലായി തീരുവാൻ ദൈവം നമ്മളെ പണിയുവാൻ ആഗ്രഹിക്കുന്നു. If you want to build a building, you use bricks and mortar and sand. But when the Lord wants to build you up, he will put you through trials and tribulations so that you are molded into what he wants you to become. അടുത്ത വായിക്കുന്ന ഇസ്രായേലിലെ ഫെസ്റ്റന്മാരെ അവൻ എന്ത് ചെയ്യുന്നറിയാമോ? കൂട്ടി വരുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. പല ദേശങ്ങൾ, പല സ്ഥലങ്ങളായിരുന്ന ഗൾഫിലും യുകെയിലും ഹല്ലേലൂയ സ്തോത്രം, പല സ്ഥലങ്ങളായിരുന്ന പലയിടങ്ങളിൽ താമസം നമ്മൾ ഓരോരുത്തരെയും ദൈവത്തെ ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ ഈ ഹോളിൽ കൊണ്ടുവന്ന ദൈവത്തിന്റെ കരങ്ങളിൽ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട് ഹല്ലേലൂയ. And then the next line we read, he gathers together the outcasts of Israel. So just like God brought together the outcasts of Israel, he's brought together in worship people who are in different parts of the world, in different parts of the UK, and brought us together into this hall to worship him. മൂന്നാമത്തെ വാക്യം നമുക്ക് വായിക്കാം. Let's go to verse 3 please. മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. He heals the brokenhearted and binds up their wounds. ഇവിടെ നമ്മൾ കാണുവാനിടയായി തീർന്നത് മനം തകർന്ന് ഇന്ന് പൽക്കാലം ആരെങ്കിലും ദൈവസ്ഥലിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഒരു സൗഖ്യമാക്കുന്ന യഹോവ കടന്നു വന്നിട്ടുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നു? ദൈവത്തിന് മഹത്വം കൊടുത്താട്ട് ഹല്ലേലൂയ. മനം തകർന്നവരെ അവൻ വെറുതെ വിടത്തില്ല, സൗഖ്യമാക്കിയിട്ട് മാത്രമേ ദൈവം വിടാറുള്ളൂ. Today, if anyone has come here with a broken heart, I want to tell you that there is a Lord here who is capable of healing you. യേശു ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ പലവിധ രോഗത്തിലും ഹല്ലേലൂയ പകർച്ചവ്യാധിയിലും കണ്ണ് കാണാൻ വയ്യാത്തവർ, കുഷ്ഠരോഗമുള്ളവർ, മരിച്ചവർ, പല പ്രശ്നത്തിൽ കടന്നു വന്നവരെ യേശു ആരെയും വെറുതെ മടക്കി അയച്ചിട്ടില്ല. അവരുടെ ആവശ്യങ്ങളെ മനസ്സിലാക്കി അവർക്ക് വിടുതലും സൗഖ്യം കൊടുത്തിട്ട് മാത്രമേ വിട്ടിട്ടുള്ളൂ. When Jesus was on this earth, he healed many people who were lepers, who were blind, and who were going through many trials and tribulations. He did not turn away anyone empty-handed, but rather he met the needs of each and everyone who came to him in need. അടുത്ത വാക്യമാണ് അല്പനേരം നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ദൈവം നമ്മളെ മുറിവുകളെ കെട്ടുന്ന ദൈവമാണ്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ദൈവം നമ്മുടെ മുറിവുകളെ കെട്ടുന്ന ദൈവമാണ്. So today we want to meditate on the idea of a God who binds up our wounds. Can you say together with me, bind up the wounds? നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു മുറിവുണ്ടായി കഴിഞ്ഞാൽ, പുറമേ ഒരു മുറിവുണ്ടായി കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോയി കഴിയുമ്പോൾ ഡോക്ടർ നോക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടത് സ്റ്റിച്ച് ചെയ്യും. അല്ലെങ്കിൽ ഇല്ലാത്തതാണെങ്കിൽ ജസ്റ്റ് മെഡിസിൻ വെച്ചിട്ട് അത് കെട്ടി വിടുവാനിടയായിത്തീരും. Today, if you have a physical wound, you might go to the doctor, and if it is a serious wound, he might give you a few stitches. If not, he will dress the wound and bandage it. ഈ സബ്ജക്റ്റ് എടുത്ത് കഴിഞ്ഞ രാത്രി ഞാൻ ദിവസത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ മനുഷ്യ ജീവിതത്തിൽ 3 തരത്തിലുള്ള
മുറിവുകൾ നമുക്ക് കടന്നു വരാറുണ്ട്. ഒന്ന്, ശാരീരമാകുന്ന പുറമേയുള്ള അല്ലെങ്കിൽ മുറിവുകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. അത് രോഗമാകാം, അല്ലെങ്കിൽ പ്രയാസമാകാം, അല്ലെങ്കിൽ പുറമേയുള്ള ഊണ്ടുകൾ കടന്നു വരുവാനിടയായിത്തീരും. As I was meditating on this topic of wounds last night, I remembered that there were three kinds of wounds that people might face. The first kind is the physical kind of wounds that might come due to sickness or injury. രണ്ടാമത് നമ്മൾ കാണുന്നത് മാനസികമാകുന്ന വിഷമങ്ങൾ, പ്രയാസങ്ങൾ, സംഘർഷങ്ങൾ, ഹല്ലേലൂയ, ഭാരങ്ങളൊക്കെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ കടന്നു വരുവാനിടയായിത്തീരും. ദുഃഖങ്ങളാകാം, അപമാനങ്ങളാകാം, ഏകാന്തതയാകാം, അതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനിടയായിത്തീരും. The second kind of wounds are mental wounds, which might come into your life due to insults, due to loneliness and other trials and tribulations that you go through your life. അടുത്ത മുറിവിനെ പറ്റി നോക്കുമ്പോൾ ആത്മീകമാകുന്ന മുറിവാണ്. ഹല്ലേലൂയ. പാപമാകുന്ന മുറിവ് എല്ലാ മനുഷ്യൻ്റെ ഹൃദയത്തിൽ ആദാം പാപം ചെയ്തു മുഖാന്തരം എല്ലാവരുടെ ഹൃദയത്തിൽ ഒരു മുറിവ് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അതിനെ ശമിപ്പിക്കുവാൻ യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. There is a third kind of wound that you might see in life, which is a spiritual wound. And each and every person in this world suffers from a spiritual wound because we are all descendants of Adam who committed a sin. ചില വാക്യങ്ങൾ വായിക്കാം. യിരെമ്യാവിന്റെ പുസ്തകം 30-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം വായിക്കാം. Let's go to Jeremiah chapter 30 verse 17, please. അവർ നിന്നെ ഭ്രഷ്ട എന്നും ആരും തിരിഞ്ഞു നോക്കാത്ത സിയോൻ എന്നും വിളിക്കൊണ്ട് ഞാൻ നിന്റെ മുറിവുകളെ പൊറുപ്പിച്ച് നിനക്ക് ആരോഗ്യം വരുത്തുമെന്ന് യഹോവയുടെ അരുളപ്പാട്. For I will restore health to you and heal you of your wounds, because they called you an outcast, saying, This is Zion, no one seeks her. യിരെമ്യാ പ്രവാചകന് പ്രവചനാത്മാവില് ഹല്ലേലൂയ ഇസ്രായേലിനെ പറ്റി പറയുകയാണ്. ഹല്ലേലൂയ. പല ആൾക്കാരും എന്നെയും നിങ്ങളെ ഭ്രഷ്ടന്മാരാക്കും, തിരിഞ്ഞു നോക്കാതിരിക്കും. ഹല്ലേലൂയ. എന്നാൽ ദൈവമായ കർത്താവ് ചെയ്യുന്ന കാര്യമാണ്, അവൻ നിന്റെ മുറിവുകൾ എന്നറിയാമോ പൊറുപ്പിക്കുവാനിടയായിത്തീരും. Here we see Prophet Jeremiah prophesying in the spirit of prophecy, saying, Many will make you an outcast, but you can be healed in the presence of your Lord, who will heal your wounds. പലപ്പോഴും കഴിഞ്ഞ നാൾ നമ്മുടെ ജീവിതത്തിൽ അനേക മുറിവുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ജീവയാത്രയിൽ ഇത്രയും നാൾ കടന്നു വന്നപ്പോൾ അല്ലെങ്കിൽ പലരും കാണാതെ കേൾക്കാതെയും അവർക്ക് മനസ്സിലായിട്ടും അവർ നോക്കാതെ കടന്നു പോയപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിടെ പറയുകയാണ്, ഞാൻ നിന്റെ മുറിവിനെ പൊറുപ്പിക്കുവാനിടയായി തരുന്ന പൽക്കാലം ആഴമേറിയ ഹൃദയത്തിൽ ആർക്കെങ്കിലും മുറിവുകളുണ്ടെങ്കിൽ ദൈവസ്ഥലിലേക്ക് അടുത്ത് വന്നിട്ട് മുഴങ്കാലം അടക്കി ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ നിങ്ങളുടെ മുറിവുകളെ ശമിപ്പിക്കുവാൻ ഗിലെയാദിലെ ഹല്ലേലൂയ വൈദ്യനൂടെ കടന്നു വന്നിട്ടുണ്ട്. Through your journey in the past few years, you might have faced many wounds in your life that might have come from people who you might have loved. But today, if you are gathered here before the Lord, then you should know that the doctor of Gilead the physician of Gilead is here to heal your wounds. ഹല്ലേലൂയ. അടുത്ത വാക്യങ്ങൾ വായിക്കുന്നത് നിനക്ക് ആരോഗ്യം വരുത്തുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. And the next line we read, For I will restore health to you. ഹല്ലേലൂയ. അടുത്ത നമുക്ക് കാണുവാനിടയായി തീരുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മുടെ ജീവിതത്തിലെ മുറിവുകളെ ഭേദപ്പെടുത്തുവാനിടയായി തീരും. ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 33, 34, 35 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. In Luke chapter 10 to 33 to 35, we can see that the love of Christ will heal all the wounds in your life. ഒരു ശമരിയാക്കാരനോ വഴിപോകയിൽ അവന്റെ അടുക്കലെത്തി അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് അരികെ ചെന്നു. എണ്ണയും വീഞ്ഞും പകർന്ന് അവന്റെ മുറിവുകളെ കെട്ടി അവനെ തന്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി രക്ഷ ചെയ്തു. 2 വെള്ളിക്കാശ് എടുത്ത് വഴിയമ്പലക്കാരന് കൊടുത്തു. ഇവനെ രക്ഷ ചെയ്യണം, അധികം വല്ലതും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാമെന്ന് അവനോട് പറഞ്ഞു. But a certain Samaritan, as he journeyed, came where he was, and when he saw him, he had compassion. So he went to him and bandaged his wounds, pouring on oil and wine. And he set him on his own animal, brought him to an inn, and took care of him. On the next day, when he departed, he took out 2 denarii, gave them to the innkeeper, and said to him, Take care of him, and whatever more you spend, when I come again, I will repay you. ഈ വാക്യത്തിൻ്റെ മുൻപുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, പല ആൾക്കാരും വന്നിട്ട് നോക്കിയിട്ട് കടന്നുപോയതേ ഉള്ളൂ. എന്നാൽ നല്ല ശമരിയക്കാരനായ കർത്താവ് കടന്നു വന്നിട്ട് എന്തറിയാമോ, അവൻ ആ വാഹനത്തിൽ നിന്ന് മൃഗത്തിൽ നിന്ന് താഴെ ഇറങ്ങി. പ്രൈസ് ദി ലോർഡ്. അത് മാത്രവുമല്ല, അവിടെ കാണുവാനിടയായി തീരുന്നത് ഹല്ലേലൂയ മുറിവുകൾ എന്ത് ചെയ്തു, വെച്ച് കെട്ടുവാനിടയായി തീർന്നു. കഴിഞ്ഞ നാൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അനവധി മുറിവുകൾ കടന്നു വന്നപ്പോൾ മറ്റുള്ളവരോട് പറയുമ്പോൾ ആ മുറിവിനെ വലുതാക്കി അല്ലെങ്കിൽ വേദനപ്പെടുത്തുമ്പോൾ നമ്മുടെ നല്ല ശമരിയക്കാരനായ കർത്താവുണ്ടല്ലോ, ആ മുറിവിന്മേൽ എണ്ണയും വീഞ്ഞും വെച്ച് അല്ലെങ്കിൽ കെട്ടി അതിന് ശമനം വരുത്തുവാനിടയായി തീർന്നിട്ടുണ്ട്. Here, if we read the preceding verses, we can see that many people
who ought to have helped the injured man merely looked on him and passed by. But the Good Samaritan, who's a type of our Lord, he came to him, got down from his animal and bandaged the wounds and made sure that the injured man was on the path to healing. So if you are suffering from many wounds, then the Lord Jesus is capable of healing you. പ്രൈസലോടെ കാണുവാനിടയായി തീർന്നത് നല്ല ശമര്യക്കാരന് കടന്നു പോകുമ്പോൾ അവനെ കണ്ടിട്ട് അവനെന്തറിയാമോ മനസ്സൊന്ന് അലിഞ്ഞു. ഇന്ന് കാലം നമ്മുടെ മനസ്സൊന്ന് അലിയണം. ഹല്ലേലൂയ, സ്തോത്രം. യേശുവിനെ അറിയാതെ ജീവിക്കുന്ന അനേകം പേര് ഈ ചുറ്റുപാടുമുണ്ട്. പാപത്തിൽ കിടക്കുന്ന അനേകം പേരുണ്ട്. അവരെ കാണുമ്പോൾ നമ്മുടെ മനസ്സറിയണം. മുറിവേറ്റവരായി, ഹല്ലേലൂയ, പാപത്തിൻ്റെ മുറിവേറ്റവരായി, ദൈവത്തോട് അടുത്തു വരാൻ കഴിയാതെ ദൈവസന്നിധി വിട്ട് പാപം ചെയ്ത് ജീവിക്കുന്ന അനേകം പേരുണ്ട്. അവരങ്ങനെ മരിക്കട്ടെ എന്ന് പറയുവാനല്ല, ഇവിടെ നല്ല ശൗര്യക്കാരൻ്റെ മനസ്സലിഞ്ഞതുപോലെ നമ്മുടെ മനസ്സൊന്ന് അലിഞ്ഞ് നമ്മളായിരിക്കുന്ന പൊസിഷനിൽ നിന്ന് താഴെ ഇറങ്ങി, ഹല്ലേലൂയ, നമ്മുടെ കയ്യിലുള്ളത് അവർക്ക് കൊടുത്ത് സ്നേഹത്താൽ അവരെ മാടി വിളിക്കുവാനിടയായി തീരണം. Here we see that the Good Samaritan, as he saw the injured man, had compassion on him. So just like that, we are told to have compassion on the people around us who are suffering from the grievous wounds of sin. We should not say they are condemned and leave them by, but rather we should bring them together into the kingdom of God in love and bandage their wounds of sin. ഇവിടെ വായിക്കുന്നത് എണ്ണയും വീഞ്ഞും പകർന്ന് അവൻ്റെ മുറിവിനെ കെട്ടി. ഇന്ന് പൽക്കാലം മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുവാൻ നമ്മുടെ പക്കൽ ചിലതുണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ ദൈവസ്ഥലിൽ നിന്ന് പ്രാപിച്ച് നമ്മൾ എന്ത് ചെയ്യണം? മറ്റുള്ളവർ കൊടുക്കുവാൻ ഇടയായി തീരണം. എണ്ണയും വീഞ്ഞും പകർന്ന് അവൻ്റെ മുറിവിനെ കെട്ടി. മറ്റുള്ള മുറിവിനെ കണ്ടിട്ട് അല്ലെങ്കിൽ ഇതെങ്ങനെ സംഭവിച്ചു അതിനൊന്നുകൂടെ വലുതാക്കുവാനല്ല, അതിനെ കെട്ടുന്ന ഒരു ആത്മാവ് നമുക്കുണ്ടായിരിക്കുവാൻ ഇടയായി തീരണം. In the next verse we read that when the Good Samaritan bandaged the wounds of the injured man, he poured on oil and wine. So when we see other people who are suffering from the wounds of sin, we should have something to give to them so that they are on the path to healing, and we should never try to exacerbate their problems, but rather give them something that soothes their injuries. നല്ല ശമര്യക്കാരൻ കഴിഞ്ഞ നാളിൽ യാത്ര ചെയ്ത, ഹല്ലേലൂയ, ആ വാഹനത്തിൽ നിന്ന് അവൻ താഴെ ഇറങ്ങിയിട്ട് എന്തെന്നറിയാമോ? മുറിവേറ്റവനെ എന്തെന്നറിയാമോ? ആ വാഹനത്തിൽ കയറ്റുവാനിടയായി തീർന്നു. The Good Samaritan got down from the animal that he had used as transport and put the injured man on the animal and started walking beside him. ഹല്ലേലൂയ. ഇതുപോലെയാണ് യേശുവിനെ പറ്റി പറയാൻ പോകുമ്പോൾ നമ്മുടെ പലതും താഴെ ഇറങ്ങുവാനിടയായി തീരണം. ചില കഷ്ടങ്ങളും നഷ്ടങ്ങളും ഭാരങ്ങളൊക്കെ നമ്മൾ സഹിക്കുവാനിടയായി തീരണം. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഇന്ത്യയിൽ 2 കന്യാസ്ത്രീകളെ പിടിച്ചു വെച്ച് അവരുടെ മുഖത്ത് നോക്കി അനേക ക്വസ്റ്റ്യങ്ങൾ ചോദിക്കുമ്പോഴെടുക്കുമ്പോൾ അവരൊന്നും മിണ്ടാതെ അവരുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുകയാണ്. ആ സ്നേഹവും ആ സഹിഷ്ണുത എവിടെ നിന്ന് കിട്ടിയെന്നറിയാമോ? ദൈവത്തിൽ നിന്ന് ലഭിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. മനുഷ്യരാണെങ്കിൽ അങ്ങോട്ട് ദേഷ്യപ്പെടുകയും വിദ്വേഷപ്പെടുകയും എതിർത്ത് സംസാരിക്കുകയൊക്കെ ചെയ്യും. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം, ആ സഹിഷ്ണുത, ഹല്ലേലൂയ, ആ ഭാവം, ദൈവത്തിലുള്ള ഭാവം, ഹല്ലേലൂയ, നമുക്ക് ലഭിക്കുവാനിടയായി തീരണം. When we preach the gospel to others, we must preach it from a spirit of humbleness and humility. I was reminded of this spirit of humility when I saw the 2 nuns who were arrested for the gospel. When they were being questioned with many insulting words, they did not respond as a normal human being would, but rather kept quiet in a spirit of humility. And this is an example for all of us. ഇവിടെ കാണുന്നത് വാഹനമെടുത്ത് കയറ്റിയിട്ട്, ഹല്ലേലൂയ, എന്നറിയാമോ, അവനെ വഴിയമ്പലത്തിൽ കൊണ്ടുപോയി രക്ഷപ്പെടുത്തുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. മുറിവേറ്റ് കിടക്കുന്ന അനേകം പേര് നമ്മുടെ ജീവിതയാത്രയിൽ പോകുമ്പോൾ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരുണ്ടായിരിക്കാം. ഹൃദയത്തിൽ മുറിവുള്ളവർ, അല്ലെങ്കിൽ പ്രയാസത്തിൽ പ്രതികൂലത്തിലുള്ളവരുണ്ട്. അവരെ കണ്ടിട്ട് കാണാത്ത ഭാവം നടിച്ച് പോകുവാനല്ല, അവരോട് 1 മിനിറ്റ് നിന്നിട്ട് നിൻ്റെ വേദന എന്താ, പ്രയാസം എന്താന്ന് ചോദിച്ച് അല്ലെങ്കിൽ അതിനാവശ്യമുള്ള ദൈവത്തിൻ്റെ വചനം പറഞ്ഞു കൊടുത്ത് അവരെ മുറിവുകളെ കെട്ടുവാനത്രേ ദൈവം നമ്മളെ ഈ രാജ്യത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. In the next line we read that the injured man was taken by the Good Samaritan to the inn and he was put on a path of healing. So just like that, when we see people around us who are in pain and suffering from the injuries of sin, we should not ignore them, but rather give them the gospel so they are put on the path to healing. We should never ignore their injuries. 35 വാക്യത്തിൽ കാണുമ്പോൾ പിറ്റേന്നാൾ അവൻ പുറപ്പെട്ടപ്പോൾ ഒരു ദിവസം അവനും എന്ത് ചെയ്യുന്നറിയാമോ? അവൻ്റെ കൂടെ ആ വഴിയമ്പലത്തിൽ താമസിക്കുവാനിടയായി തീർന്നു. എന്നിട്ട് ചെയ്തു, വെറുതെ പോയില്ല, 2 അല്ലെങ്കിൽ വെള്ളിക്കാശെടുത്ത് വഴിയമ്പലക്കാരന് കൊടുത്തിട്ട് പറയുകയാണ്, ഇവനെ
രക്ഷിക്കണം. ഇവൻ്റെ എണ്ണയും വീഞ്ഞും കൊടുത്തു, ഇവരെ വാഹനത്തിൽ കയറ്റി. അതുമാത്രമല്ല 2 വെള്ളിക്കാശ് കൂടെ അവനുള്ള സമ്പത്ത് കൂടെ കൊടുത്തിട്ട് ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല, അവനെ യാത്ര തിരിച്ച് അവൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയാൽ മതിയായിരുന്നു. എന്നാൽ സകലതും മാറ്റിവെച്ച് ഹല്ലേലൂയ എങ്ങനെയെങ്കിലും ഹല്ലേലൂയ അവനെ രക്ഷിക്കണമെന്നുള്ള ചിന്ത അവൻ്റെ ഹൃദയത്തിൽ കടന്നു വന്ന മുഖാന്തരം താഴേക്ക് ഇറങ്ങി അവനെ രക്ഷിച്ച് വഴിയമ്പലത്തിലാക്കി 2 വെള്ളിക്കാശും കൊടുക്കുവാനിടയായി തീർന്നു. In verse 35, we see that the Good Samaritan stayed with the injured man for one night and then gave responsibility to the innkeeper after paying him 2 denarii and put him on the path to healing. The Good Samaritan could very well have gone on his way and ignored the injured man, but he did not do it, but rather made sure that he was well taken care of by the innkeeper. ഹല്ലേലൂയ. 2 വെള്ളിക്കാശ് കൊടുത്തിട്ട് അവൻ പോവല്ല ചെയ്തത്. വീണ്ടും പറയാണ്, ഇവനെ രക്ഷിക്കണം. അത് മാത്രമല്ല, അധികം വല്ലതും ഹല്ലേലൂയ ചെലവായി കഴിഞ്ഞാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത്രത്തോളം ഹല്ലേലൂയ ആ വ്യക്തിയെ പറ്റിയുള്ള ആത്മീക ഭാരം, ഹല്ലേലൂയ സ്തോത്രം, നല്ല ശമര്യക്കാരനുണ്ടായിരുന്നു. ആരാണ് ഈ നല്ല ശമര്യക്കാരൻ? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി 2025 വർഷം മുൻപ് 2 കള്ളന്മാരുടെ മധ്യത്തിൽ നമുക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം വരെ ഊറ്റിത്തന്നത് ആ നല്ല ശമര്യക്കാരനാണ്. ആ ശമര്യക്കാരൻ്റെ മുഖത്തേക്ക് പൽക്കാലം നോക്കുവാനിടയായി തീരണം. So in verse 35, we see that he not just gave 2 denarii to the innkeeper, but told him, take care of him, and whatever more you spend, when I come again, I will repay you. So who is the Good Samaritan? He is a type of our Lord Jesus Christ, who was hung on the cross between 2 criminals and shed every last drop of his blood so that we might be rescued. And we are eternally grateful to him for all doing healing us of all our sins. നമ്മുടെ ഹൃദയത്തിൻ്റെ പാപത്തിൻ്റെ ഭാരത്തിന് വേണ്ടി ആ നല്ല ശമര്യക്കാരനായ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് എന്തെന്നറിയാമോ, ഉയർത്തെഴുന്നേൽക്കുവാനിടയായി തീർന്നു. ഇവിടെ വായിച്ചതുപോലെ ഞാൻ മടങ്ങി വന്ന് ഹല്ലേലൂയ ചെലവായി തരാമെന്ന് പറഞ്ഞതുപോലെ യേശു കർത്താവ് തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ എന്നറിയാമോ, വീണ്ടും 2ാമത് മടങ്ങി വരാൻ പോകുകയാണ്. എന്നറിയാമോ, അവന് വേണ്ടി കാത്തിരിക്കുന്നവരെ, ഈ വചനപ്രകാരം എഴുതിയിരിക്കുന്ന അനുസരിച്ച് ജീവിക്കുന്നവരെ ചേർക്കുവാൻ വേണ്ടി 2ാമതും കടന്നു വരാൻ പോകുകയാണ്. And just as the Good Samaritan promised to one day return to collect the injured man, our Lord Jesus Christ will one day come again to collect us all and to take us to the heaven. And we are living in the expectation that he will come soon. അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിന്റെ 26 മുതൽ നമുക്ക് താഴോട്ട് വായിക്കാം. Let's go to Acts chapter 16 verses 26 onwards. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി, കാരാഗൃഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലൊക്കെയും തുറന്നുപോയി, എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. കാരാഗൃഹ പ്രമാണി ഉറക്കമുണർന്ന് കാരാഗൃഹത്തിന്റെ വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നത് കണ്ടിട്ട് ചങ്ങലക്കാർ ഓടിപ്പോയി കളഞ്ഞു എന്ന് ഊഹിച്ച് വാളൂരി തന്നെത്താൻ കൊല്ലുവാൻ ഭാവിച്ചു. അപ്പോൾ പൗലോസ്, നിനക്കൊരു ദോഷവും ചെയ്യരുത്, ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അവൻ വെളിച്ചം ചോദിച്ച് അകത്തേക്ക് ചാടി വിറച്ചും കൊണ്ട് പൗലോസിന്റെയും ശീലാസിന്റെയും മുമ്പിൽ വീണു. അവരെ പുറത്തു കൊണ്ടുവന്ന്, യജമാനന്മാരെ രക്ഷപ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. കർത്താവായ യേശുവിൽ വിശ്വസിക്കാം, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കുമെന്ന് അവർ പറഞ്ഞു. പിന്നെ അവൻ കർത്താവിന്റെ വചനം അവനോടും അവന്റെ വീട്ടിലുള്ള എല്ലാവരോടും പ്രസംഗിച്ചു. അവൻ രാത്രിയിൽ ആ നാഴികയിൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകളെ കഴുകി താനും തനിക്കുള്ളവരെല്ലാവരും താമസിയാതെ സ്നാനമേറ്റു. പിന്നെ അവരെ വീട്ടിൽ കൈക്കൊണ്ടു അവർക്ക് ഭക്ഷണം കൊടുത്തു. ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടക്കം ആനന്ദിച്ചു. Suddenly there was a great earthquake, so that the foundations of the prison were shaken, and immediately all the doors were opened and everyone's chains were loosed. And the keeper of the prison, awaking from sleep and seeing the prison doors open, supposing the prisoners had fled, drew his sword and was about to kill himself. But Paul called with a loud voice, saying, "Do yourself no harm, for we are all here." Then he called for a light, ran in, and fell down trembling before Paul and Silas. And he brought them out and said, "Sirs, what must I do to be saved?" So they said, "Believe on the Lord Jesus Christ, and you will be saved, you and your household." Then they spoke the word of the Lord to him and to all who were in his house. And he took them the same hour of the night and washed their stripes. And immediately he and all his family were baptized. Now when he had brought them into his house, he set food before them, and he rejoiced, having believed in God with all his household. ആമേൻ. ഇവിടെ വായിക്കുവാനിടയായി തീർന്നത് പൗലോസും തൻ്റെ കൂടെയുള്ളവരെയൊക്കെ എന്നറിയാമോ, വചനം അറിയിച്ചതിന് മുഖാന്തരം എന്തെന്നറിയാമോ, അവരെ അടിച്ച് കാരാഗ്രഹത്തിലിടുവാനിടയായി തീർന്നു.
here we see the scene of Paul and his associates being put in prison for proclaiming the gospel. കാരാഗൃഹപ്രമാണി പെട്ടെന്ന് ഉറക്കണച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ വലിയൊരു ഭൂകമ്പമുണ്ടായി. ഹല്ലേലൂയ സ്തോത്രം. അടഞ്ഞു കിടന്ന ഹല്ലേലൂയ ഡോറുകളൊക്കെ തുറക്കുവാനിടയായി തീർന്നു. But in the middle of the night, the keeper of the prison was awakened by the sound of a loud earthquake, and when he woke up, he saw all the doors of the prison were opened. ഹല്ലേലൂയ സ്തോത്രം. ആ സമയത്ത് ഹല്ലേലൂയ തടവ് പുള്ളികളെല്ലാം ഓടി രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചിട്ട് തന്നെത്താനെ മരിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ പൗലോസ് വിളിച്ചു പറയാണ്, നിനക്ക് ഒരു ദോഷവും ചെയ്യരുതെന്ന് പറയുവാനിടയായി തീർന്നു. And he supposed that all the prisoners had fled through the open doors, and he tried to kill himself. But Paul called out and said, "Do yourself no harm," and stopped him. 30-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് അവരെ പുറത്തുവിട്ട് പോയിക്കുന്നത് ഇപ്പോൾ ആരാണ്? യജമാന്മാരെ. നേരത്തെ അങ്ങോട്ട് യജമാൻ എന്ന് വിളിച്ചവര് ഇപ്പോൾ അത്ഭുതങ്ങൾ അടയാളം കണ്ടു കഴിഞ്ഞപ്പോൾ പൗലോസിനെ വിളിക്കുകയാണ്, യജമാനന്മാരെ രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണം? And the very same prison keeper then called out to Paul and Silas and called them sirs. And just a few hours ago, Paul had to call him sir, but now the roles are reversed, and the prison keeper had to call him sir. ഇന്ന് പൽക്കാലം ആരെങ്കിലും യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്തവർ കേൾക്കുന്നുണ്ടെങ്കിൽ അതിൽ 30-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബം എന്നറിയാമോ രക്ഷ പ്രാപിക്കുവാനിടയായി തീരും. ഏറ്റവും കാതലായിട്ടുള്ള ഒരു വാക്യമാണ് ഈ വാക്യം. ഈ വാക്യം നമ്മുടെ ഹൃദയത്തിന്റെ ആഴങ്ങൾ പതിക്കുവാനിടയായി തീരണം. Today, if there is anyone listening to me who has not accepted Jesus as their Savior, I want to draw your attention to verse 31, which says, "Believe on the Lord Jesus Christ, and you will be saved, you and your household." And I want this verse to be imprinted in your hearts. 33-ാമത്തെ വാക്യം, ആ രാത്രി നാഴികയിൽ തന്നെ ദൈവത്തിന്റെ വചനം അവർ പ്രസംഗിക്കുവാനിടയായി തീർന്നു. അവരുടെ മുറിവുകളെ എന്ത് ചെയ്യുന്നറിയാമോ? കഴുകി കെട്ടുവാനിടയായി തീർന്നു. And in verse 33, we see that very hour of the night, he and all his family were baptized, and he washed their stripes. ഹല്ലേലൂയ. കഴിഞ്ഞ നാളിൽ പടയാളികൾ അടിച്ച് മുറിവേറ്റ ഹല്ലേലൂയ കിടന്നിരുന്ന രക്തം തളം കെട്ടി കിടന്നിടങ്ങളിൽ അവനെ പുറത്ത് കൊണ്ടുവന്ന് അവൻ്റെ മുറിവുകളൊക്കെ കഴുകിക്കളഞ്ഞിട്ട് ഹല്ലേലൂയ സ്വതനെ കെട്ടിയിട്ട്, അത് മാത്രമല്ല അവനൊരു കുടുംബമായി ദൈവസന്നിധിയിൽ സ്നാനപ്പെടുവാനിടയായി തീർന്നു. And Paul and Silas, after having been beaten and suffering from those stripes, were washed that very night, and then the prison keeper and his family were baptized. ഹല്ലേലൂയ. പിന്നെ കാണുന്നത് വീടടക്കം കഴിഞ്ഞിട്ട് അവർ ഒരുമിച്ച് സന്തോഷിച്ച് ഭക്ഷണം കഴിച്ച് ദൈവത്തിൽ ആനന്ദിക്കുവാനിടയായി തീർന്നു. And after that, he set food before them, and they ate together, and the entire household believed in God and rejoiced. ഹല്ലേലൂയ. ഹൃദയത്തിന്റെ ആഴത്തിലുള്ള മുറിവ് ഹല്ലേലൂയ എങ്ങനെ ശോഭിക്കുവാനിടയായി തീരും? ഞാനും നിങ്ങളും യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച്, യേശുവേ ഞാനൊരു പാപിയാണ്, എൻ്റെ ഹൃദയത്തിലേക്ക് നീ കടന്നു വരണമേ, നിന്റെ പൈതലായി ജീവിക്കാൻ ആഗ്രഹിക്കുമെന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ മുറിവുകളെ കെട്ടുവാൻ യേശു ഇന്ന് പൽക്കാലവും നമുക്ക് വേണ്ടി കടന്നു വന്നിട്ടുണ്ട്. So how can you heal the wounds of your heart? You can only heal them by accepting Jesus Christ as your Savior, by confessing, "Lord, I am a sinner. Will you please forgive my sins and wash me with your son's blood?" So if you are suffering from the wounds of sin, there is a Lord present here who is capable of healing your wounds. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിലെ മുറിവുകളെ എങ്ങനെ കെട്ടുവാൻ കഴിയും? നമ്മൾ വിഷമത്തോടെ പ്രയാസത്തോടെ ഇരിക്കുമ്പോൾ ഒന്നാമത് നമ്മുടെ ദൈവത്തിൻ്റെ വചനമെടുത്ത് വായിക്കുമ്പോൾ ആ വചനമുണ്ടല്ലോ നമ്മുടെ മുറിവുകളെ കെട്ടുവാനിടയാക്കി തീർക്കും. So how can you heal the wounds of your heart? When you are in pain, take up the Bible and read from the scriptures, and that will soothe you. 107-ാം സങ്കീർത്തനം 20-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നിന്റെ വചനം അയച്ച് ഞാൻ അവരെ സൗഖ്യമാക്കി അവരുടെ കുഴികളിൽ നിന്നൊക്കെ ഞാൻ നിന്നെ വിടുവിക്കുമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നു. In Psalm 107 we read, I will send my word and heal them, and I will draw them out of the depths. ഒന്നാമത് വചനത്തിലൂടെ, രണ്ടാമത് നമ്മുടെ മുറിവുകളെ എങ്ങനെ കെട്ടുവാൻ കഴിയും? പ്രാർത്ഥനയിലൂടെ. നമ്മൾ മുഴങ്കാലം മടക്കി ദൈവസന്നിധിയിൽ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ മുറിവുകൾ കെട്ടുവാനിടയായി തീരും. So firstly, we can be healed by reading the scriptures. Secondly, we can be healed through prayer. When we bow our knees in the presence of the Lord and pray to him sincerely, then the Lord will heal the wounds of your heart. ആരോടും പറയുവാൻ കഴിയാത്ത ഹൃദയത്തിലെ വിഷമങ്ങൾ പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുണ്ടല്ലോ നമ്മളെ ഹൃദയങ്ങളെ ശക്തിപ്പെടുത്തുവാനും ആ മുറിവുകളെ കെട്ടുവാനും ഇടയാക്കി തീർക്കും. When you have wounds of your heart that you can share with no one else, then if you come close to the Lord will heal you and he will make you whole. Praise the Lord. Hallelujah. വായിച്ച വാക്യത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ എല്ലാവരും ഒരുമിച്ച് പറഞ്ഞേ
കെട്ടുകയും ചെയ്യും. Praise Let's the come Lord. back to the scripture that we read. He heals the brokenhearted and binds up their wounds. ഹല്ലേലൂയ. അതിന്റെ 6-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. Let's go to verse 6, please. യഹോവ താഴ്മയുള്ളവനെ ഉയർത്തുന്നു, അവൻ ദുഷ്ടന്മാരെ നിലത്തോളം താഴ്ത്തുന്നു. The Lord lifts up the humble, he casts the wicked down to the ground. ഇന്ന് പലകാലം നമ്മൾ ദൈവസ്ഥലിലേക്ക് കടന്നു വരുമ്പോൾ ഒരു താഴ്മയോടെ വിനയത്തോടായിരിക്കണം. ഹല്ലേലൂയ. ഉയർന്ന ഭാഗത്തോടെ കൊമ്പ് ഉയർത്തുവാനോ അല്ല. കർത്താവേ സ്തോത്രം. അല്ലെങ്കിൽ താഴ്മയുള്ളിടത്ത് മാത്രമേ നീരോടത്തിലെന്ന് പഴയ ആൾക്കാർ പറയാറുണ്ട്. Today, as you come close to the Lord, come with a spirit of humility. Please do not come with a spirit of pride and haughtiness. As the ancients say, only where there is lowliness will blessings come. ദൈവസ്ഥലിൽ നമ്മൾ താഴ്ന്നുവെങ്കിൽ ദൈവം നമ്മളെ ഉയർത്തുവാനിടയായി തീരും. As you humble yourself before the Lord will bless you and raise you up. എന്നാൽ ദുഷ്ടന്മാരെന്തറിയാമോ അല്ല നിലത്തോളം ദൈവം ഹല്ലേലൂയ താഴ്ത്തുവാനിടയായി തീരും. But if you act wickedly, he will set down the wicked down to the ground. അതിന്റെ 11-ാമത്തെ വാക്യം വായിക്കാം. Let's go to verse 11, please. തന്നെ ഭയപ്പെടുകയും തന്റെ ദയയിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിൽ യഹോവ പ്രസാദിക്കുന്നു. The Lord takes pleasure in those who fear him, in those who hope in his mercy. ദൈവത്തിന്റെ പ്രസാദം ആരിൽ ലഭിക്കുന്നെന്നാണ് ഈ വാക്യത്തിൽ വായിക്കുന്നത്. ഒന്നാമത് നമ്മൾ ദൈവത്തെ ഭയപ്പെടണം. രണ്ടാമത് ദൈവത്തിൽ പ്രത്യാശ വെക്കണം. ആ വ്യക്തിയിൽ മേലാണ് ദൈവത്തിന്റെ പ്രസാദം ലഭിക്കുവാനിടയായി തീരുന്നത്. In this verse, we can see whom the Lord takes pleasure in. Firstly, it is in those who fear him, and secondly, those who hope in his mercy. 18-ാമത്തെ 20-ാമത്തെ വാക്യോട് വായിക്കാം. Let's go to verses 18 and 20, please. അവൻ തന്റെ വചനം അയച്ചവയെ ഉരുക്കുന്നു, കാറ്റടിപ്പിച്ച് വെള്ളത്തെ ഒഴുക്കുന്നു. അവൻ യാക്കോബിന് തന്റെ വചനവും ഇസ്രായേലിന് തന്റെ ചട്ടങ്ങളും വിധികളും വെളിപ്പെടുത്തുന്നു. അടുത്ത വാക്യം. അങ്ങനെ യാതൊരു ജാതിക്കും അവൻ ചെയ്തിട്ടില്ല, അവന്റെ വിധികളെ അവർ അറിഞ്ഞിട്ടുമില്ല. യഹോവയെ സ്തുതിപ്പീൻ. He sends out his word and melts them. He causes his wind to blow, and the waters flow. He declares his word to Jacob, his statutes and his judgments to Israel. He has not dealt thus with any nation, and as for his judgments, they have not known them. Praise the Lord. ഇവിടെ വായിക്കുവാനിടയായി തീർന്നത് അവൻ തന്റെ വചനം അയച്ച് അതിനെ ഉരുക്കുവാനിടയായി തീരും. In the first line we read, he sends out his word and melts them. എത്ര കട്ടിയായിട്ടുള്ള ഹൃദയമാണെങ്കിലും ദൈവത്തിന്റെ വചനം കടന്നു ചെന്നിട്ട് ഹല്ലേലൂയ ഉരുകാതിരിക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ ഈ വചനം When the word of God comes into his heart, it melts that heart and makes it malleable. അത് വായിക്കുന്ന കാറ്റടിപ്പിച്ച് അതിനെ വെള്ളത്തെ ഒഴുക്കുവാനിടയായി തീരും. In the next line we read, he causes wind to blow and the waters flow. നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും കെട്ടിക്കിടക്കുന്ന ഭാരമായിട്ടുള്ള വിഷയമുണ്ടെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക, കർത്താവേ ആ സ്വർഗത്തിൽ നിന്നൊരു കാറ്റയച്ച് ഹല്ലേലൂയ ആ കെട്ടിക്കിടക്കുന്നതിനെ ഒഴുക്കി കളയണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ട്. Today, if there is any burden in your life that refuses to budge, then if you pray to the Lord, he will send his wind and cause it to flow. വായിക്കുന്നത് അങ്ങനെ ഒരു ജാതിക്കും അവൻ ചെയ്തിട്ടില്ല. ഇസ്രായേൽ മക്കൾക്ക് ചെയ്തതുപോലെ, ദൈവ മക്കൾക്ക് ചെയ്തതുപോലെ, എനിക്കും നിങ്ങൾക്കും ചെയ്തതുപോലെ മറ്റാർക്കും ദൈവം ചെയ്തിട്ടില്ല. And in verse 20 we read, he has not dealt thus with any nation. And just like that, what God has done for the children of Israel, what God has done for you and me, he has not done for anyone else. അടുത്ത വായിക്കുന്ന അവന്റെ വിധികളെ അവർ അറിഞ്ഞിട്ടുമില്ല. യഹോവയെ സ്തുതിപ്പീൻ. And as for his judgments, they have not known them. Praise the Lord. ഒരു മിനിറ്റ് തലകളെ മടക്കി നമുക്ക് ദൈവത്തിൽ പ്രാർത്ഥിക്കാം. Today let us bow our heads in prayer. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം നമ്മൾ കേൾക്കുവാനിടയായി തീർന്ന നമ്മുടെ മുറിവുകളെ കെട്ടുന്ന ഒരു ദൈവമുണ്ടായിരുന്നു. Today we have heard from the scriptures that we worship a Lord who heals our wounds. ലോക മനുഷ്യർ നമ്മുടെ മുറിവിനെ നോക്കിയിട്ട് അത് എത്ര വലുത് ഒന്നുകൂടെ വലുതാക്കാൻ നോക്കുമ്പോൾ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അതിനെ വീഞ്ഞയും ഹല്ലേലൂയ എണ്ണയും വീഞ്ഞും പകർന്ന് അതിനെ കെട്ടുവാൻ ആഗ്രഹിക്കുന്നു. As people around us try and exacerbate our problems and wounds, the Heavenly Father tries to bandage us after pouring on oil and wine. പ്രൈസ് ദി ലോർഡ്. മനുഷ്യന്റെ ജീവിതത്തിൽ 3 തരത്തിലുള്ള മുറിവുകളുണ്ട്. ശരീര മുറിവുകൾ, മാനസിക മുറിവുകൾ, ആത്മീക മുറിവുകൾ. A human being faces 3 kinds of wounds: physical wounds, mental wounds and spiritual wounds. ഡോക്ടറുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഡോക്ടർ പുറമേയുള്ള വൂണ്ടുകൾ മാത്രമേ ഹല്ലേലൂയ ചെയ്ത് ക്ലിയർ ആക്കത്തുള്ളൂ. A doctor can heal only physical wounds. എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു ചെന്ന് കഴിഞ്ഞാൽ ഏത് വിധത്തിലുള്ള പ്രയാസമാകട്ടെ, പുറമേ ഉള്ളതോ അകമേ ഉള്ളതോ പാപത്തിൻ്റെയോ ഏത് പ്രയാസമോ ഏത് പ്രതികൂലമുണ്ടായി കഴിഞ്ഞാലും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ അതിൽ സമാധാനത്തോടെ സന്തോഷത്തോടെ ഇന്ന് പൽക്കാല ഭവനത്തിലേക്ക് പോകുവാനിടയായി തീരും. But no matter what kind of wound you have, physical, spiritual or mental, the Lord is capable of healing it, and he is capable of sending you away in peace to your homes. നല്ല ശമരിയക്കാരനായ കർത്താവ് ഹല്ലേലൂയ നമ്മുടെ മധ്യേ നമ്മുടെ സൈഡിൽ നമ്മോടൊപ്പം ഇന്ന് പൽക്കാലം കടന്നു വന്നിട്ടുണ്ട്. The Lord, who is the good Samaritan, is here
here to heal you. ഹല്ലേലൂയ. അവൻ കടന്നു വന്ന് നമ്മോട് ചോദിക്കുകയാണ്, മകനെ മകളെ, നിന്റെ മുറിവ് എന്താണ്, നിന്റെ വേദന എന്താണ്? മറ്റു പലരും കണ്ടിട്ട് കടന്നുപോയി. ഇന്ന് പൽക്കാലം അതിന് മേൽ വീഞ്ഞും എണ്ണയും പകർന്ന്, ഹല്ലേലൂയ സ്തോത്രം, അതിന് മേൽ മുറിവിലെ വെച്ച് കെട്ടിയിട്ട് നിന്നെ എടുത്തുകൊണ്ടുപോയി, ഹല്ലേലൂയ, സുരക്ഷിത സ്ഥാനത്ത് ആക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന്. The Good Samaritan is telling you, my son, my daughter, what are your wounds? I want to pour oil and water on them, put you on my animal, and take you to a place of safety and healing. ഇന്ന് പൽക്കാലം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്ക്. നമ്മുടെ വേദനകളോ പ്രയാസങ്ങളോ എന്തുണ്ടെങ്കിലും ഇന്ന് പൽക്കാലം നമ്മുടെ ഹൃദയങ്ങളെ തുറന്ന് ദൈവത്തോട് പറ, കർത്താവേ, കഴിഞ്ഞ നാളുകൾ, വർഷങ്ങളായി, അനേക നാളുകളായി കൊണ്ട് നടക്കുന്ന ചില മുറിവുകൾ ഹൃദയത്തിന്റെ ആഴങ്ങളിലുണ്ട്. ഇന്ന് പൽക്കാലം ആ സ്വർഗത്തിലെ ഗിലെയാദിലെ വൈദ്യം കടന്നു വന്ന് അതിനെ ശമിപ്പിക്കണേ ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ട്. Today, no matter what your wounds are, pray to the Lord. Lord, I have such and such a wound in my life. It's very deep, but can you please heal me? ഹല്ലേലൂയ. നല്ല ശമരിയക്കാരൻ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവനാൽ കഴിയാത്ത ഒരു കാര്യം പോലുമില്ല. എത്ര പഴയതോ എത്ര പുതിയതോ എത്ര ഭാരമുള്ളതോ ഭാരമില്ലാത്തതോ വലുതോ ചെറുതോ ഏതുമായിരുന്നു കഴിഞ്ഞാലും അവൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവൻ സൗഖ്യമാക്കി വിടുതലോടെ സന്തോഷത്തോടെ യാത്ര ചെയ്യുവാൻ ഇന്ന് പൽക്കാലം ദൈവം സഹായിക്കുവാനിടയായിത്തീരും. And if you pray to the Lord sincerely, then He is capable of healing your wounds, no matter how big or small, how old or new, how deep or shallow they are, and He is capable of sending you on your way in peace. ആമേൻ. അടുത്ത് കാണുവാനിടയായി തീർന്നത്, ഹല്ലേലൂയ, കാരാഗൃഹ പ്രമാണി പൗലോസിനെ, ഹല്ലേലൂയ സ്തോത്ര, പടയാളിലൊക്കെ അടിച്ച് മുറിവേറ്റ് അകത്ത് കിടക്കുമ്പോൾ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാരാഗൃഹം കുലുങ്ങുവാനിടയായി തീർന്നു. As Paul and Silas were praying, after having beaten many times, a great earthquake came and the very foundations of the prison were shaken. പൗലോസ് സുവിശേഷം പറഞ്ഞത് മുഖാന്തരം അവർ യേശുവിനെ അറിയുവാനിടയായി, അവരുടെ ഹൃദയം യേശുവിന് വേണ്ടി കൊടുക്കുവാനിടയായി തീർന്നു. And because Paul proclaimed the gospel to the keeper of the prison, an entire family was saved and brought to Jesus. ഹല്ലേലൂയ. അത് മാത്രമല്ല, അവർ യേശുവിനെ താമസിക്കാതെ തന്നെ അവരെ, ഹല്ലേലൂയ, പാപങ്ങൾ ഏറ്റുപറഞ്ഞ് സ്നാനപ്പെടുവാനിടയായി തീർന്നു. And not too long after, they confessed their sins and got baptized. അത് മാത്രമല്ല, ഹല്ലേലൂയ, അവരെ മുറിവുകളെ കഴുകി കെട്ടുവാനും ഇടയായി തീർന്നു. And they bandaged all the stripes of Paul and Silas. ആരെങ്കിലും യേശുവിനെ അറിയാതിരിപ്പുണ്ടെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക, കർത്താവേ, ആ നല്ല യേശുവിനെ അറിയുവാന്, ഹൃദയത്തിൽ യേശുവിനെ കർത്താവ് രക്ഷിതമായി സ്വീകരിക്കുവാന് ഉള്ള ഭാഗ്യം എനിക്ക് നൽകണമേ ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ട്. If there is anyone here who has not accepted Jesus Christ as Savior, please pray to the Lord, Lord, give me the grace to accept you as my Savior. യേശുവിനെ കൽപ്പനയായ സ്നാനം സ്വീകരിക്കാതെ ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക, കർത്താവേ, അതിനുള്ള മുഖാന്തരം സ്നാനപ്പെടുവാൻ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുവാനുള്ള, ഹല്ലേലൂയ സ്തോത്രം, നന്മ എനിക്ക് നൽകണമേ ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ട്. If anyone who is here has not accepted the commandment of the Lord to be baptized, then please pray to the Lord, Lord, give me the grace to be baptized and accept your commandment. നമ്മൾ വായിക്കുവാനിടയായി തീർന്ന അവർ ദൈവത്തിൽ വിശ്വസിച്ചു വീടടക്കം സന്തോഷിപ്പാനിടയായി. ഇന്ന് പൽക്കാലം ആ സന്തോഷം, ആ ബലം നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ തലമുറയുടെ മേൽ ഇന്ന് പൽക്കാലം ദൈവം നൽകുവാനിടയായി തീരട്ടെ. In verse 34 we read, having believed in God, he rejoiced with all his household. Let that rejoicing come into your life and in that of your family. ആമേൻ. നമുക്ക് തലയുടെ വണക്കി ദൈവത്തിൽ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായി